ഇന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് അടിമാലി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സൈറ്റാണ് ചീയപ്പാറ വാട്ടർഫോൾ എന്ന് പറയും. ചീയപ്പാറ വാട്ടർഫോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിറച്ച് നല്ല നല്ല ജനമാണ്. ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. കണ്ടില്ലേ, ഇത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. നല്ല വെള്ളമുണ്ട്. നമ്മൾ വന്ന ടൈം എന്തായാലും നല്ല ടൈമാണ്. നല്ല വെള്ളമുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടം, അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നല്ല ഷോട്ടുകൾ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ചീയപ്പാറ വാട്ടർഫോൾ. ഓഡിയോ ഒന്നും ക്ലിയർ ആയിരിക്കില്ല, നല്ല തിരക്കാണ്. അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭയങ്കര സൗണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല റഫായിട്ടാണ്. ഭയങ്കര സൗണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, രക്ഷയില്ലാത്ത വ്യൂ. ഞാൻ അതിൻ്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ട് വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ട് ഇരപ്പാണ്. കാണാതെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞങ്ങൾ മൊത്തത്തിൽ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്നും കേൾക്കാൻ പറ്റും. ഇല്ല ഇത് നിറച്ച് ഭയങ്കര ആളാണെന്ന് വെച്ചാൽ കണ്ടില്ല, 1000 ആളുണ്ട്. നല്ല തിരക്കുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളിന്ന് ഇരവിപുരമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇരവിപുരം എന്ന് പറയുമ്പോൾ മൂന്നാറിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. മൂന്നാറിൽ നിന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ്. നമ്മൾ പോയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. ഓൾറെഡി വന്നപ്പോഴേ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സൈറ്റ് സീയിങ്ങിനൊന്നും പോകുന്നില്ല. സൈറ്റ് സീയിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി മിസ്സാവും. കാര്യം ടോപ്പ് സ്റ്റേഷൻ പോകാനുള്ള പ്ലാനിലാണ്. ടോപ്പ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ മിസ്സാവുന്നതുകൊണ്ട് നമ്മൾ നാളത്തേക്ക് അത് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇവിടേക്ക് ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാണുന്ന സംഭവമാണ് അത്. താഴെ കണ്ടില്ല, അങ്ങൊരു പുഴയിലേക്കാണ് ഈ സംഭവം പോയി ഇറങ്ങണത്. ഇനി മറ്റു കാഴ്ചകൾ നമുക്ക് വഴിയിൽ കാണാം. ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, ഹൈറ്റിലേക്ക് കയറിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ചെറിയ തലകറക്കവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് വണ്ടി നിർത്തിയത് ചെവിയൊക്കെ അടഞ്ഞപ്പോൾ ഇവിടെ മൊത്തം യൂക്കാലി മരങ്ങളുടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം യൂക്കാലി മരങ്ങളാണ്. ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോവുക. ഒരു സെക്കൻഡ്. തേയിലത്തോട്ടങ്ങൾ. ഇപ്പം നമ്മൾ മൂന്നാറിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഏകദേശം 6 കിലോമീറ്ററും കൂടി ഇനിയുണ്ട് മൂന്നാറിലേക്ക്. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു ചെറിയ ഒരു സൈറ്റാണ്. സൈറ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല. ഇത് ജസ്റ്റ് തേയിലത്തോട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടുന്നാണ് അങ്ങോട്ട് ശരിക്കും മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്പേസുകളാണ്. ഇവിടെ ചെറിയൊരു സംഭവം കാണിച്ചാൽ ഇല്ല, കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോട ഇറങ്ങി തുടങ്ങിയത് ഇവിടെ ഒരു സംഭവം, ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു ചെറിയ വെള്ളച്ചാട്ടം. പക്ഷെ അത് ഭയങ്കര പ്രത്യേക ഭംഗിയുണ്ട്. ആ മുകളിൽ നിന്ന് ഒഴുകി വന്നിട്ട് ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടില്ലേ? അതിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫോട്ടോ എടുക്കണം അവിടുന്ന്. നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്കെല്ലാം ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. നല്ല ഒരു സ്പേസാണ്, നല്ലൊരു സ്പേസാണ്. മൊത്തം യൂക്കാലി മരങ്ങളാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. കണ്ടല്ലേ, കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും അങ്ങോട്ട് പോകും തോറും മിക്കവാറും വ്യൂസ് കട്ടാവാനാണ് ചാൻസ്. അല്ലെങ്കിൽ കോട കയറി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയൊന്നും കാണാൻ കിട്ടില്ല. അതിന് പറ്റാൻ മറ്റൊരു ഭംഗിയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോർഷൻ രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇപ്പോൾ വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. പക്ഷേ ആരാ നോക്കി എങ്ങനെയുണ്ടോ? തണുപ്പുണ്ടോ വെള്ളത്തിന്? ഇപ്പോഴാണ് മൂന്നാറിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടി തുടങ്ങിയത്. ഇത്രയും നേരം അല്ലേ ഞങ്ങൾ ഒരു വണ്ടി നമുക്ക് ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ ഒരു നഷ്ടബോധം വരുന്നില്ല അല്ലേ? ഇത്ര ദൂരം ഓടി വന്നിട്ടും അല്ലേ? അതെ നമുക്ക് ഇപ്പം മൂന്നാറിൻ്റെ ഭംഗി കാണാൻ തുടങ്ങിയിട്ടില്ല.
ഇതുപോലെ നമ്മൾ ആവേശത്തിൽ എല്ലായിടത്തും ചാടി ഇറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ഏരിയയിലല്ല, കണ്ടമൊക്കെ ഉള്ള സ്ഥലത്തും എല്ലായിടത്തും കാണുന്ന സംഭവമാണ് ചെറിയൊരു അട്ടയുണ്ട്. അത് കടിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും അത് അറിയാൻ പറ്റുന്നത്. അപ്പം അതൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഞങ്ങളത് സാനിറ്റൈസർ വെച്ചിട്ട് തുരത്തിക്കളയും. സാനിറ്റൈസർ വെച്ച് അടിച്ച് അത് കളയിപ്പോയി. അപ്പോൾ തന്നെ വലിച്ചു പറിക്കാനൊന്നും നിൽക്കാതിരുന്നാൽ മതി. ഓക്കെ, അപ്പം എങ്ങനെ ഉണ്ടാ മൂന്നാർ? നമ്മൾ ആദ്യമായിട്ടാണ് മൂന്നാർ എത്തുന്നത്. മാസ്ക് ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വേറൊരു സ്ഥലമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. ഇവിടെ കാണുമ്പോൾ എവിടെയാണെന്ന് പറയാമോ? അവിടെ നിന്ന് പറയാമോ? എവിടെ? നന്ദി ഹിൽസ് ഇല്ലേ? നന്ദി ഹിൽസ് പോകുന്ന വഴി ബാംഗ്ലൂർ പോയപ്പോൾ നന്ദി ഹിൽസ് ഓർമ്മയില്ലേ? ചേച്ചിക്ക് ഓർമ്മയില്ലേ? നന്ദി ഹിൽസ് പോകുന്ന അതും രണ്ട് സൈഡിൽ ഇതുപോലെ യുക്കാലി മരങ്ങളാണല്ലോ. നമുക്കിനി പ്രോപ്പർ മൂന്നാർ ടൗണിലേക്ക് ഒരു 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് പ്രോപ്പർ മൂന്നാർ ടൗൺ. അവിടെ നിന്നാണ് നമുക്കിനി ഇരവിപുരത്തേക്ക് പോകാനുള്ള ഡീവിയേഷൻ എടുക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഒരു പഴയകാല ട്രാക്ടർ ഭംഗിയുണ്ട് കാണാൻ. പഴയ ഒരു ട്രാക്ടർ ഞാൻ കുറച്ച് മുമ്പ് അത് കണ്ടായിരുന്നു, പക്ഷെ അന്നേരം നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളുമായിട്ട് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഇത് നമ്മുടെ എന്താ പറയണ്ടേ, കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ ദൂരമുള്ള ഒരു ഏരിയ ഒന്നുമില്ല. ഞാനൊരു ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു 5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ മൂന്നാറിലേക്ക്. പക്ഷേ എങ്കിൽ പോലും ആദ്യമായിട്ടാണ് മൂന്നാറിൽ വരുന്നത്. കുറേ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് നിരാശയുണ്ടായിരുന്നു. കാര്യം ഇത്രയും ദൂരം ഇങ്ങനെ ഓടിയൊക്കെ വന്നിട്ടൊരു വല്ലാത്ത പോലെ ഉള്ള വിഷ്വൽസൊക്കെയായിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ കറക്റ്റ് മൂന്നാറിൻ്റെ ഭംഗി കിട്ടി തുടങ്ങിയപ്പോൾ മനസ്സിലായി നമ്മൾ കാണാതിരിക്കുന്നതേ ഉള്ളൂ. ട്രാക്ടർ പോകുന്നതില്ലേ വളരെ വളരെ പഴയ ട്രാക്ടറാണ്. അതൊരു പ്രത്യേക ഭംഗിയുണ്ടായി കാണാൻ. ഇവിടുത്തെ ആൾക്കാർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്, തേയില കൃഷിയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. പിന്നെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയൊക്കെ മേളമാണ്. ഒരു പള്ളിയാണ്, പഴയ പള്ളിയാണ്. ഒരു പഴയെന്ന് വെച്ചാൽ പഴമ അതുപോലെ തന്നെ കല്ലുകൊണ്ട് തന്നെ കെട്ടി വരുന്ന ടൈപ്പ് ഒരു പള്ളി കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇവിടെ നിന്നൊരു നല്ല വിഷയമുണ്ട്. അപ്പം നമുക്കൊരു അബദ്ധം പറ്റുമെന്ന് വെച്ചാൽ മൂന്നാർ നമ്മൾ ടൗണിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഡീസൽ കിട്ടില്ല. രണ്ടാമത് കാര്യം അവിടെ നിന്ന് കൊടുക്കാൻ പമ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡും കിട്ടത്തില്ല. ഞങ്ങൾ പിന്നെ കയ്യിൽ കുറച്ച് ചെറിയ സ്നാക്സൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും ഇതിനൊരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് നമുക്ക് ചെറിയ കട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കാം. എന്തൊക്കെയാ ചേച്ചി ഉള്ളത് കഴിക്കാൻ? ഓക്കെ, എനിക്കൊരു ബ്രെഡ് ഓംപ്ലേറ്റ്. എനിക്കൊരു സ്വീറ്റ് കോൺ ഒന്ന് കഴിച്ചേക്കാം. സ്വീറ്റ് കോൺ മതിയേ? കൊള്ളാം, നല്ല സംഭവം. മതിയടാ, ഞാൻ കഴിക്കട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയൊക്കെയാണ്. നമുക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ടിക്കറ്റും കാര്യങ്ങളും ടിക്കറ്റുണ്ട് ഇവിടെ. ടിക്കറ്റ് ചാർജ് 20 രൂപ സംതിങ് ആണെന്ന് അറിയാൻ പറ്റിയത്. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാം. 4 മണി വരെ സമയം കാണുള്ളൂ. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ ഇവിടെ ടൈമുള്ളൂ. 4 മണി വരെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കിട്ടില്ല. 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് കൗണ്ടർ അങ്ങ് അതോ ഇല്ല, ചെറിയ കൂടാരം കാണുന്നില്ല, അവിടെയാണ്. അവിടെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിലാണ് പോകണം. ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് 5 കിലോമീറ്റർ നമുക്കിനകത്ത് ചുറ്റി കാണാം. അതുകൊണ്ട് ബസ്സിലാണ് പോകുന്നത്. ഓക്കെ.
ഉണ്ടോ താഴെ വന്നുണ്ടോ ഇതിങ്ങനെ താഴെ വന്നിട്ട് നല്ല തണുത്ത വെള്ളമാണ് രക്ഷയില്ലല്ലോ ഇത് ഭംഗിയറിയാം. ഇപ്പോൾ പാട മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടല്ലോ ഫുള്ള് നല്ല. എത്ര ഹൈറ്റ് കാണുന്നു. ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ഈ സംഭവം നേരിട്ട് കാണുമ്പോൾ. ക്യാമറയിൽ എന്തോളം ഭംഗി അതിൻ്റെ കിട്ടണമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇതുകൊണ്ടല്ലോ ആ വെള്ളം വന്നിട്ട് ഈ വെള്ളം അടിക്കാം. താഴെ നമ്മൾ ആദ്യം കഴിക്കില്ല, സാധനം കഴിക്കില്ല. അവിടെ കിട്ടുന്ന ഈ വെള്ളമാണ് ഡയറക്റ്റ് ഒരു മണ്ണിനെ പിടിച്ച് നമുക്ക് വേറെ തരുകയാണ് ചെയ്യുന്നത്. മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളായിട്ട് വന്ന മാതിരി ടൂറിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്ന വണ്ടികളാണ് ആ കിടക്കുന്നതല്ല കണ്ടില്ലേ. ഇനി നമുക്കിവിടെ ഇറങ്ങാം. ഇത് ഇറങ്ങിയിട്ട് നമ്മൾ ടോപ്പിൽ കയറി വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഒന്നും. ഇത് പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കാണുന്ന വ്യൂ. കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഭാഗത്തിന് മുകളിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് കോടയൊക്കെ ചില മാറി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് വ്യൂ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇല്ല, അതേണ്ട കോട മാറുന്നുണ്ട. കോട മാറുന്നത് ഞാനിത് ടൈം ലാപ്സ് ആഡ് ചെയ്യാം. ഇതിൻ്റെ ടൈം ലാപ്സ് ഞാനിപ്പോൾ ആഡ് ചെയ്യാം. ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഡയറക്റ്റ് ഒരു പൈപ്പിൽ നിന്ന് കണ്ടില്ലേ, അവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ട് അത് ഇതിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുടിക്കാം, സംഭവം കുടിക്കാം. ഇത്രയ്ക്ക് ഫ്രഷാണ്. തണുപ്പല്ലതാ. ഈ വെള്ളം വീട്ടിലുണ്ടാകും. അയ്യോ എന്ത് നോക്കാണത്. രക്ഷയില്ലാട്ടാ, അടിപൊളി. അത്രയും പ്യൂർ വെള്ളം അല്ലേ. ഇത് ഫുള്ള് കോട കയറി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റില്ല. മാത്രമല്ല ടൈം തീരാറായി. അതുകൊണ്ട് നമ്മൾ പതിയെ ഇറങ്ങാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് സംഭവം. തീർന്നു. എൻ്റെ മൊബൈലിലെ ചാർജും തീരാറായി. ഇനിയിപ്പോൾ പോയിട്ട് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ വെള്ളത്തേക്ക് ഒന്നും പറയാനില്ല. വ്യൂവും പക്ഷേ കോട കയറി. ഇനിയിപ്പോൾ കോട കയറിയോണ്ട് നമുക്ക് വ്യൂസൊന്നും കിട്ടില്ല. പക്ഷെ സംഭവം രക്ഷയില്ല. മുകളിലേക്ക് പോകേണ്ടതായിരുന്നു, അവിടെ നമുക്ക് പോകാൻ സാധിച്ചില്ല. ഇനിയിപ്പം അപ്പോൾ എന്തായാലും ഇറങ്ങാണ്. നമുക്ക് എന്തായാലും ആ സംഭവത്തെ കാണാൻ കിട്ടി. ഇതാണ് ഇവിടുത്തെ സംഭവം, വരയനാട്. ഇടിക്കുമല്ലോ. കണ്ടില്ലേ, ഇതാണ് സംഭവം.
ഇതിനെ കാണാനാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകുന്നത്. എക്സ്റ്റൻഡഡ് സ്പീഷീസാണ് സംഭവം, കണ്ടില്ലേ? അതിന്റെ കുഞ്ഞായിരിക്കും ചിലപ്പോ. ഇവിടുന്ന് വൈകിട്ട് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് നാളെയാണ് ബാക്കിയുള്ളത്. നാളെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പോകും, പിന്നെ എവിടെയൊക്കെ പോകണം എല്ലാം പ്ലാൻ ചെയ്യണം. ഇന്ന് പോയിട്ട് വേണം പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. എഡിറ്റിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല, എന്തായാലും നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്യണ ഇതല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ഇന്ന് തന്നെ. പക്ഷേ ഇതാണ് നമ്മുടെ ഒരു പ്ലാന്. അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ളൊരു മ്യൂസിയം പോയിട്ടുള്ളൊരു സംഭവമാണിത്. അല്ലേ, ഇതിൻ്റെ ഹിസ്റ്ററി നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പുലി ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, പണ്ട്